അങ്ങനെ നമ്മുടെ മഴതോരും മുമ്പേടെ പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മുടെ ബാലചന്ദ്രൻ യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അലീനയോട്. "ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങുകയാണെന്ന്" ബാലേന്ദ്രൻ പറയുമ്പോൾ അലീന പറയാണ്, "അങ്ങോട്ട് അച്ഛൻ ഒറ്റയ്ക്കല്ലേ അച്ഛാ?" അപ്പം ബാലേന്ദ്രൻ പറയാണ്, "ഞാൻ എല്ലാ കാലത്തും ഒറ്റയ്ക്കായിരുന്നില്ലേ മോളെ, ആരാ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്?" കൂടെയെന്ന് പറയുമ്പം കൂടെ നിൽക്കുന്നവരായിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീന പറയാണ്, "ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നില്ലേ അച്ഛാ." അപ്പം ബാലേന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ പറയാണ്, "നീ എന്നാ വന്നത്? നീ എത്ര ദിവസം നിന്നു? ഞാൻ 50 വർഷമായി ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ട്." അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഇങ്ങനെ കടന്നു വരുന്നു. പുള്ളി ഇങ്ങനെ ചുമച്ചിട്ടാണ് വന്നത്. അപ്പോഴത്തേനും ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർത്തി എന്നിട്ട് ഇങ്ങനെ പുള്ളീനെ ശ്രദ്ധിക്കുന്നു. അപ്പോഴത്തേനും പുള്ളി പറയുകയാണ്, "ബാലചന്ദ്രൻ, ഞാൻ ഇറങ്ങുകയാണ്, ഞാനിനി നിൽക്കണില്ല, എൻ്റെ കടമ ഞാൻ നിറവേറ്റി കഴിഞ്ഞു" എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രണ്ടുപേരുടെയും മുഖത്തൊരു മാറ്റം. പെട്ടെന്ന് അലീനയ്ക്കും വിഷമമായി. അത് കേട്ടപ്പോൾ സ്റ്റാൻലി ജോസഫും ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ പറയാണ്, "നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു മകളെ കിട്ടി, കാര്യമായ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ ഇവളെ ഇവിടെ എത്തിക്കുന്നതിനിടയിൽ ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ചു, മാനസികമായിട്ടും ശാരീരികമായിട്ടും." എന്നിട്ട് പറയാണ്, "ഇവക്കറിയാം അതൊക്കെ. എൻ്റെ ഊന്നുവഴിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. ഇനി ഞാനവിടെ വീഴും എന്നെനിക്കറിയില്ല." എന്നിട്ട് പുള്ളി പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയിരുന്നു. അതുകൂടെ കേട്ടപ്പം ആകെ വെങ്ങി പൊട്ടി നിൽക്കുകയാണ് നമ്മുടെ അലീന. ഇത് കേട്ടപ്പോഴത്തേക്കിന് പയ്യെ സ്റ്റാൻലി ജോസഫ് നടന്ന് നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് വന്ന് എന്നിട്ട് ബാലേന്ദ്രൻ്റെ കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, "അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കുമുള്ള അച്ഛനും മകളും നിങ്ങളാണ്, ഞാനല്ല. ഞാനൊരു കെയർ ടേക്കർ മാത്രമാണ്." എന്ന് പറയുമ്പോഴത്തേക്കിന് ബാലചന്ദ്രൻ പ്രത്യേകിച്ച് ഭാവങ്ങളോ ഒരു വാക്കുകളോ ഒന്നും പറയാതെ തന്നെ അലീനയോട്, "മോളെ ഞാൻ പോവുക" എന്നിങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇറങ്ങി തിരിയാണ് പോകാനായിട്ട്. ഉള്ളിലൊരു വിങ്ങലോടെ സ്റ്റാൻലി ജോസഫ് അവിടെ നോക്കുന്നുണ്ട്. ബാലേന്ദ്രൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിന് തൊട്ട് പിന്നാലെ നമ്മുടെ അലീനയും ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആ പടിക്കലെത്തിയ സമയത്തേക്കിന് ബാലേന്ദ്രൻ തിരിഞ്ഞു നിന്ന് സ്റ്റാലിയോട് പറയാണ്, "ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ പറയുകയാണ്, ഇവളൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു മിസ് കോൾ അത് മാത്രം മതി, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം." ഇതും കൂടി കേൾക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അലീന ഇങ്ങനെ പൊട്ടി ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ഇറങ്ങി. "ബാഗ് എടുക്കണ്ടേ മോളെ" എന്നും പറഞ്ഞ് ബാഗൊക്കെ എടുക്കാൻ ഡിക്കിക്കകത്തുനിന്ന് അവളെല്ലാം കൊണ്ട് മുറ്റത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയണ, "ഇനിയൊന്നും എടുക്കാനില്ലല്ലോ" എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ നോക്കുകയാണ്. അവളും ആകെ വല്ലാതെ വിഷമിച്ച് ബാലേന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ പറയാണ്, "മോളെ, ഇനി മുതൽ നീ ഈ വീട്ടിലെ ഒരു അംഗമാണ്, നിന്നോട് ഞാനൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ" എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ അലീന കരയുകയാണ്. അപ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ വീണ്ടും പറയുകയാണ്, "ഒരു പക്ഷെ നിനക്കായിരിക്കും എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്." അപ്പം നമ്മുടെ അലീന സങ്കടത്തോടെ പറയാണ്, "ഇല്ല, ഇനിയൊന്നും പറയാനില്ല. അച്ഛൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അച്ഛന് ചെയ്യണം. അവിടെ അച്ഛനെ സഹായിക്കാൻ അച്ഛനവിടെ 3 കുട്ടികളുണ്ട്, അവരുടെ ശരിക്കൂടെ നോക്കണേ അച്ഛാ" എന്നും കൂടി പുള്ളി ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, "അപ്പോൾ ശരിക്കും എനിക്കാണ് ആരും ഇല്ലാതായി, ഞാനാണിപ്പോൾ ഒറ്റപ്പെട്ടത്. അച്ഛനും കൂടെ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകുമ്പോൾ എന്നെ ഏതോ ഒരു കാട്ടിൽ കൊണ്ട് വിട്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. മോളെ, ഞാനിന്ന് തിരിച്ചു പോകുന്നില്ല. ഞാനിവിടെ പുനലൂർ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കണം. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് കടപ്പാട്ടൂരെ വീട്ടിലോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മോളെ. ഒറ്റയ്ക്ക് തിരിച്ചു കയറുന്ന എന്നെ എല്ലാവരും വിഷമത്തോടെ നോക്കും മോളെ. അവർ ചോദിക്കും എന്നോട്, കൊണ്ടുവിട്ടോ എന്ന്. അതിനൊക്കെ ഞാൻ മറുപടി പറയണ്ടേ മോളെ." എന്നിട്ട് പുള്ളി ഭയങ്കര വിഷമത്തോടെ പറയാണ്, "നിനക്കിവിടെ വലിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ പുനലൂർ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലത്തൊന്നും വലിയ ദൂരമൊന്നുമല്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുവാണെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി മോളെ, ഞാൻ അപ്പം തന്നെ നിന്നെ വന്ന് കൊണ്ടുപോയിക്കോളാം." അപ്പോഴത്തേന് ആ ബാലേന്ദ്രൻ്റെ സങ്കടം മാറ്റം ആ ഒരു രീതിയിൽ പുള്ളിക്കാരത്ത് പറയണം, "എന്നെ ഓർത്ത് വിഷമിക്കേണ്ട അച്ഛാ, ഞാൻ എവിടെ ചെന്നാലും എങ്ങനെയായാലും പിടിച്ചു നിന്നോളും." അപ്പോഴത്തേന് ബാലേന്ദ്രൻ പറയണം, "അതെ, അത് ശരിയാ. പക്ഷേ ഒരു കാര്യമുണ്ട് മോളെ, നീ ഇല്ലാത്ത വീട്ടിൽ അവിടെ ശീലിച്ച് പഠിക്കാനായിട്ട് ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടും, ഞാനും എൻ്റെ മക്കളും" എന്ന് പുള്ളി പറയുകയാണ്. അപ്പോൾ പുള്ളി വീണ്ടും തിരിച്ച് പറയുകയാണ്, "മോളും വിഷമിക്കണ്ട, ആരും എപ്പോഴും കൂടെയൊന്നും ഉണ്ടാവില്ലല്ലോ" എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിന്
നമ്മുടെ അലീന പറയണം, അച്ഛൻ വിഷമിക്കരുത്, അച്ഛൻ്റെ ഹെൽത്തൊക്കെ നോക്കണം, വയ്യാത്ത ആളാണെന്നുള്ള കാര്യം അച്ഛൻ മറക്കരുത്, മരുന്നൊക്കെ കഴിക്കണം, ഞാൻ കൃഷ്ണമോളെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പുള്ളി ആ കണ്ണടയൊക്കെ പുള്ളിയുടെ കണ്ണിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ അലീനയോട് ചോദിക്കുകയാണ്, കഴിഞ്ഞോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിന് അവൾ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിൽ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ഇല്ല ഒന്നും കഴിഞ്ഞില്ല, എനിക്ക് എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ട്. അപ്പോഴേക്ക് ബാലേന്ദ്രൻ പറയാണ്, മോളെ നീ ഇവിടെ ജീവിക്കുമ്പോൾ നീ ഈ കുടുംബത്തിലൊരംഗമായിട്ട് വേണം ജീവിക്കാൻ, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ മോളെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പോഴത്തേക്കിനും വിങ്ങി പൊട്ടി കഴിഞ്ഞു. ഞാൻ പോട്ടെ മോളെ എന്നും പറഞ്ഞിട്ട് യാത്ര ചോദിക്കുകയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ അവളുടെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, കാണാം മോളെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് പുള്ളി വളരെ സങ്കടത്തോടെ മനസ്സ് നിറഞ്ഞ് പുള്ളി ഇങ്ങനെ പറയാണ്, മോളെ എല്ലാത്തിനും താങ്ക്സ്, എല്ലാ കാര്യങ്ങൾക്കും താങ്ക്സ്. എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവസാനമായിട്ട് നമ്മുടെ അലീനയോട് യാത്ര ചോദിക്കുകയാണ്, ബൈ മോളെ എന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് തഴുകി അങ്ങനെ പുള്ളി പോവുകയാണ്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടതിൻ്റെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലിങ്ങനെ വന്നുകൊണ്ട് പുള്ളിക്കാരത്തി ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് അങ്ങനെ സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ ബാലചന്ദ്രനും നമ്മുടെ അലീനയും പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ദൂരെയായിട്ട് നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഉണ്ടായിരുന്നു. പുള്ളി ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ കാറിലേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കിനും സ്റ്റാൻലിനെ ഒന്ന് നോക്കുന്നു, സ്റ്റാൻലിയും പുള്ളീനെ ഒന്ന് തിരിച്ച് നോക്കുന്നു. അങ്ങനെ പുള്ളി വണ്ടി എടുത്തിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പോയി. കാറ് പോകുന്ന ടൈമിൽ അച്ഛനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അലീന, ഉള്ളിൽ വിങ്ങി പൊട്ടി നിറഞ്ഞ കണ്ണുകളോടെ ഇങ്ങനെ അലീന നിൽക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ബാലചന്ദ്രൻ കാറിലെ ആ ഒരു മിററിൽ കൂടെ നമ്മുടെ അലീനെ അങ്ങനെ നോക്കണത് കാണാൻ, അലീനേനെ അങ്ങനെ നോക്കിയാണ് പുള്ളി അങ്ങനെ പോകുന്നത്. ബാലചന്ദ്രൻ പോകുന്നത് ഫുള്ളിങ്ങനെ കണ്ടു നിന്നുകൊണ്ടാകെ പൊട്ടിക്കരഞ്ഞ് വല്ലാതെ ലോസ്റ്റായിട്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് അലീനെ പയ്യെ ഇങ്ങനെ നടന്ന് ആ ഒരു പോർച്ചിലോട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം